വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സുന്ദരമായ മഴ. വർക്കല ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ വെച്ചു കൊടുത്ത പ്ലാന്റ്, അതായത് ഗവൺമെന്റ് സ്കൂളിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് വെച്ച ചെടിയിൽ നിന്നാണ് നമ്മളിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് വന്ന് പൂക്കൾ മേടിച്ചോണ്ട് പോയത്. അതായത് യാദർച്ഛയായിട്ടാണെങ്കിൽ നമുക്ക് കണ്ട കയ്യിൽ നിന്ന് രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാണ് സാധനം. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലിയോൺ സാറും അതേപോലെ അവിടുത്തെ പ്രിൻസിപ്പളും, അതായത് വർക്കല മോഡൽ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടുത്തെ PTA സാറന്മാരും അതേപോലെ സ്റ്റുഡൻസും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത് കേട്ടോ. അത് ഇന്ന് വലിയ ഒരു ചർച്ചയാക്കി ഒരു വേദിയാവുന്നൊരു വിഷയമായി. GMHS സ്കൂളിലാണ് കേട്ടോ. അന്നേരം ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് ഒരു മുറം പൂക്കൾ അല്ലേ സാറേ, ഓണത്തിന് വേണ്ടിയിട്ട് ഒരു മുറം പൂക്കൾ വെക്കാൻ വേണ്ടി വന്നതാണ്. കുട്ടികളുണ്ട് സാറേ, ഏകദേശം എത്രത്തോളം കുട്ടികളുണ്ട് സാറേ നമ്മളെ ചുറ്റിന് ഇത് കാണാൻ വേണ്ടിയിട്ട്? 500 കുട്ടികളുണ്ട്. അന്നേരം ഇവിടെ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് മൊത്തം തൈകൾ വെപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം അടിപൊളിയായിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരുമിച്ച് നമുക്ക് വിളവെടുക്കണം. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മോഡൽ HSS വർക്കലയിലെ ഇത്തവണത്തെ ഓണം മാത്രമല്ല, എല്ലാ ചടങ്ങുകൾക്കും ആവശ്യമായിട്ടുള്ള പൂക്കള് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. PTA പ്രസിഡന്റ്, മറ്റ് രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അധ്യാപക അനധ്യാപകർ, സുഹൃത്തുക്കളെ, നമ്മുടെ വർക്കല ഗവൺമെന്റ് മോഡൽ HSS വിദ്യയിലും കലാകായിക രംഗത്തും എല്ലാം മികവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. എല്ലാ തലങ്ങളിലും വിജയികളായിട്ട് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ഓണക്കാലത്ത് ഒരു കൂട്ട പൂവ് നമ്മൾ സ്വന്തമായി തന്നെ നട്ടുവളർത്തി പുഷ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പൂച്ചെടികൾ നട്ടുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും അനുമതിയും സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ പൂക്കൃഷി ആരംഭിക്കാം. ഔപചാരികമായി ഒരു ചെടി നട്ടുകൊണ്ട് പൂക്കൃഷി ഉദ്ഘാടനം ചെയ്യുക. ഓണത്തിനായിട്ട് ഒരു കൂട്ട പൂവ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ പുഷ്പകൃഷിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ തൈ നട്ടുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അതിന്റെ തുടക്കം കുറിക്കാം. നമ്മൾ ഈ ചെടി നടുന്നതിനോടൊപ്പം ഇത് പൂർണ്ണമായും പരിപാലിച്ച് അതിന് പൂക്കൾ ഉണ്ടാകുന്നത് വരെ, അതിന്റെ പൂവുകൾ നമ്മൾ ഇറക്കുന്നത് വരെ അതിന്റെ പരിരക്ഷയും കൂടെ നമ്മൾ ഇതുകൊണ്ടിലൂടെ നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്ന് കുടുംബത്തിനായി തുടക്കം കുറിക്കും. മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ സാറന്മാരും സഹപ്രവർത്തകരും എല്ലാം ചേർന്നിട്ടാണ് ഈ തൈകൾ നമ്മളിപ്പോ ഇവിടെ നടാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ ഇത് വിളവിറക്കാൻ വേണ്ടിയിട്ട് സാറന്മാരും ടീച്ചർമാരും കുട്ടികളും എല്ലാം അല്ലേ സാറേ? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മൊത്തം ഇത് ഏകദേശം 1000 ചെടിയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫുള്ള് പ്ലാന്റ് ഈ ഏരിയ ഫുള്ള് നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്.